നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. ഖാദി ബോർഡ് LDC പരീക്ഷയ്ക്ക് ചോദിച്ച ഹിസ്റ്ററി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ മാക്സിമം അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി നിവർത്തന പ്രക്ഷോഭം. വർഷം എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1935 കൊടുത്തിരിക്കുന്നത്. നിവർത്തന പ്രക്ഷോഭം വർഷം ഏതാ? 1932. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള ജോഡി. ആദ്യത്തേത് പാലിയം സത്യാഗ്രഹം 1947-48 കറക്റ്റ് ആണ്. പട്ടിണി ജാഥ 1936 കറക്റ്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 ഇത് മൂന്നും ശരിയാണേ. പാലിയം സത്യാഗ്രഹം 1947 ആരംഭിച്ചത്. 48 വരെ നീണ്ടുനിന്നു. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സി കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതും സി കേശവൻ തന്നെയാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാണ്? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിത. ഇതില് ആര്യ പള്ളത്തിന്റെ പേര് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ചുവടെ തന്നിരിക്കുന്നതിൽ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വനിത ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആര്യ പള്ളം മാത്രമല്ല, ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി അതുപോലെ ആര്യ പള്ളം എന്നിവർ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകളാണ്. ഈ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് ആരാണ്? KK കൗസല്യയാണ് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത്. പാലിയം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന സമരമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക. അപ്പൊ നമ്മുടെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA മുതലായ ക്ലാസുകൾ നടന്നു വരികയാണ്. LDC തിരുവനന്തപുരം ഇപ്പൊ കഴിഞ്ഞ LDC തിരുവനന്തപുരം ഫുൾ റിലേറ്റഡ് ഫാക്ട് ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും 100 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ക്ലാസ് കഴിഞ്ഞു. എല്ലാ ക്ലാസ്സും അവിടെ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ജോയിൻ ചെയ്താലും കാണാവുന്നതാണ്. പിന്നെ ഫീസ് 999 ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ കറണ്ട് അഫയേഴ്സ്, SCRT, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്. LDC ട്രിവാൻഡ്രത്തിന്റെ മാത്രമല്ല, വേറെയും കുറെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 999 രൂപ ഫീസ്. December 31 വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. LDC എക്സാം വരെ മാത്രമല്ല, December 31 വരെ. അപ്പോൾ ഈ വർഷം വരുന്ന എല്ലാ എക്സാംസിനും ആ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ അതാത് മാസങ്ങളിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത്. അപ്പോൾ ഹർഷദം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു അവസരം പാഴാക്കരുത്. കാരണം LDC എന്നൊക്കെ പറയുന്നത് 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സുവർണ അവസരമാണ്. നിങ്ങളുടെ അവസരം നിങ്ങൾ ഒരിക്കലും കളയരുത്. ഇനിയൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. ഇപ്പൊ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താം. ഓക്കെ, ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. രണ്ടാമത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932, 35 അല്ല, 1932. ഇത് നിങ്ങളൊരു കോഡായിട്ട് ഓർത്തിരിക്കുക. ഉഗുനി എന്ന കോഡ് ഓർത്താൽ മതിയെ. ഉഗുനി എന്നാൽ ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. വർഷം 30, 31, 32.
അപ്പൊ മാറത്തില്ല. ഉഗുനി 30, 31, 32. ഉപ്പ് സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. അപ്പൊ നിവർത്തന പ്രക്ഷോഭം എന്തിനാ നടന്നത്? ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാ? സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, സി വി കുഞ്ഞിരാമൻ, പി കെ കുഞ്ഞ് മുതലായവരാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ. അടുത്തത് മൂന്നാമത്തെ പട്ടിണിജാഥയാണ്. പട്ടിണിജാഥ നടന്ന വർഷം 1936. പട്ടിണിജാഥ നയിച്ചതാര? എ കെ ഗോപാലനാണ് പട്ടിണിജാഥ നയിച്ചത്. ആരംഭിച്ച വർഷം 1936. എവിടം മുതൽ എവിടം വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണിജാഥ നയിച്ചത്. എ കെ ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണിജാഥ നയിച്ചത്. പട്ടിണിജാഥയിൽ എത്ര പേര് പങ്കെടുത്തു? 32 പേരാണ് പട്ടിണിജാഥയിൽ പങ്കെടുത്തത്. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32 കാലഘട്ടത്തിലാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ ഈ ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഏത് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? കെ കേളപ്പൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എ കെ ഗോപാലൻ. AKG ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു സെക്രട്ടറി. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ ടോപ്പിക് ഒന്ന് എടുത്ത് റിവൈസ് ചെയ്തോണേ. അടുത്ത ചോദ്യം, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസിന്റെ അധ്യക്ഷൻ. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം അതിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 1599. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമായിരുന്നു ഉദയംപേരൂർ സുനഹദോസ്. ഇത് നമ്മുടെ ആപ്പിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത പോർഷനാണ് ഈ ഉദയംപേരൂർ സുനഹദോസ്. അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. പങ്കെടുത്തത് 813 പേരാണ്. 813 പേര്. ഇനി കൂനൻ കുരിശ് സത്യം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു സംഭവമാണ് കൂനൻ കുരിശ് ഓത്ത്. വർഷം 1653 ജനുവരി മാസം 3. സുനഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 മട്ടാഞ്ചേരിയിലെ പ്രാചീന കുരിശു മുന്നിൽ സമ്മേളിക്കുകയും ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അതാണ് ഏത്? കൂനൻ കുരിശ് സത്യം, കൂനൻ കുരിശ് ഓത്ത്. ഓക്കെ, സുനഹദോസ് എന്ന വാക്ക് എങ്ങനെയാ വന്നേ? സമ്മേളനം എന്ന അർത്ഥമുള്ള സിനോദോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ച വാക്കാണ് സുനഹദോസ്. ഉദയംപേരൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്തിനും തൃപ്പൂണിത്തുറയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഏത്? ഉദയംപേരൂർ. അപ്പൊ 1599 ജൂൺ മാസം 20 മുതൽ 26 വരെ നടന്ന സുനഹദോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു സുനഹദോസിന്റെ ലക്ഷ്യം. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഗോവ ആർച്ച് ബിഷപ്പായ അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു. 813 പ്രതിനിധികളാണ് ഈ സുനഹദോസിൽ പങ്കെടുത്തത്. ഇനി കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653. ഉദയംപേരൂർ സുനഹദോസിനു ശേഷം ഏറെ നാൾ കഴിയും മുൻപേ തന്നെ പോപ്പിൽ നിന്ന് ലഭിച്ച അധികാരം ഉപയോഗിച്ച് പോർച്ചുഗീസ് രാജാവ് അങ്കമാലി രൂപതയിലേക്ക് യൂറോപ്യന്മാരായ ലത്തീൻ ബിഷപ്പുമാരെ നിയമിക്കുകയും സുറിയാനികൾ എതിർക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോപ്പുമായുള്ള ബന്ധം സുറിയാനികൾ വിച്ഛേദിക്കുകയും അന്ത്യോക്കിലെ പാട്രിയാർക്കിന്റെ നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ ആവശ്യം അവരുടെ മാർഗത്തിൽ ഒരു ബിഷപ്പ് ഉണ്ടായിരിക്കണം എന്നതായിരുന്നു. അന്ത്യോക്കിയിലെ
പാട്രിയാർക്ക് അഹറ്റെല്ല. കണ്ടോ, ബിഷപ്പ് അഹറ്റെല്ല, ഓപ്ഷൻ ഡി ബിഷപ്പ് അഹറ്റെല്ല. അന്ത്യോക്യയിലെ പാട്രിയാർക്ക് അഹറ്റെല്ല എന്ന സുറിയാനി ബിഷപ്പിനെ ഇവരുടെ ആവശ്യപ്രകാരം കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാർ അഹറ്റെല്ലയെ മുക്കിക്കൊല്ലുകയുണ്ടായി എന്ന ശ്രുതിയും പരന്നു. ഇതിൽ പ്രകോപിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുന്നിൽ തടിച്ചുകൂടുകയും കുരിശിൽ ഒരു നീണ്ട വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജസ്യൂട്ട് പുരോഹിതന്മാരെയും ഒരിക്കലും അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ആയിരക്കണക്കിന് പേർ വടത്തിൽ പിടിച്ചതുകൊണ്ട് ഈ കുരിശിനൊരു വളവുണ്ടായി. അതുകൊണ്ടാണ് ഈ സംഭവം കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത് കേരളത്തിലെ ആദ്യകാല പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. ഉദയംപേരിൽ സുനഹദോസും അതുപോലെ കൂനൻ കുരിശ് പ്രതിജ്ഞയൊക്കെ ആദ്യകാല പ്രക്ഷോഭത്തിൽ വരുന്നതാണ്. ആദ്യകാല പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് പഴശ്ശി കലാപം. പഴശ്ശി വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പഴശ്ശി വിപ്ലവം നിങ്ങളൊന്നെടുത്ത് റിവൈസ് ചെയ്തോളാം. അതുപോലെ ചാന്നാർ ലഹള നടന്ന വർഷം ഏതാ? 1859. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 ചാന്നാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ 1859. 1859 ജൂലൈ മാസം 26 എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം ലഭിച്ചത്. അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മേൽമുണ്ട് സമരമെന്നും മാറുമറയ്ക്കൽ സമരമെന്നും അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയാണേ. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഇവിടെ തന്നിരിക്കുന്നതിൽ സത്യശോധക് സമാജം ജ്യോതിറാവു ഫൂലെ ശരിയാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം ശരിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയും പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പൊ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. സ്ഥാപിച്ച വർഷം 1828. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. പക്ഷെ ആദ്യകാലങ്ങളിൽ ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മസമാജ് എന്ന പേരിലേക്ക് മാറിയത് 1830. പിന്നീട് 1866 ഇത് രണ്ടായിട്ട് വേർപിരിഞ്ഞു. ആദി ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആര്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആര്? കേശവ് ചന്ദ്ര സെൻ ആണ്. കേശവ് ചന്ദ്ര സെൻ. ഇനി PSC ചോദിച്ചൊരു ചോദ്യമാണ്, കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യത്താൻ ഗോപാലൻ ആണ്. അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റോയിയെ പറ്റി PSC ചോദിക്കുമ്പോൾ 2 പത്രങ്ങൾ ചോദിക്കാറുണ്ട്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംബാദ് കൗമുദി. സംബാദ് കൗമുദി. ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ട്. രാധാനഗർ, പശ്ചിമ ബംഗാൾ. രാധാനഗർ, പശ്ചിമ ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകനാര്? രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെ? തുഹഫത്തുൽ മുവാഹിദീൻ. മുജാഹിദീൻ അല്ല, മുവാഹിദീൻ. ഇനി ജീസസിന്റെ കൽപ്പനകൾ, പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്. ജീസസിന്റെ കൽപ്പനകൾ ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ഇനി ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് സത്യശോധക് സമാജമാണ്. ജ്യോതിറാവു ഫൂലെ 1873 പൂനെ ആസ്ഥാനമാക്കി സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെ ആണ്. ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ ഗോവിന്ദറാവു ഫൂലെ എന്നറിയപ്പെടുന്നത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് ഗുലാം ഗിരി. ഗുലാം ഗിരി. ഇനി പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. സ്ഥാപിതമായ വർഷം 1867. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് ആണ് സ്ഥാപകൻ. പ്രയർ സൊസൈറ്റി എന്ന പേരിൽ പ്രാർത്ഥനാ സമാജം അഥവാ പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണ്? പ്രാർത്ഥനാ സമാജമാണ്. അടുത്തത് ആര്യ സമാജം. ആര്യ സമാജം സ്ഥാപിതമായ വർഷം 1875. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി.
10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹത്തിന്റെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം. ഹിതകാരിണി സമാജം സ്ഥാപിച്ച വർഷം 1906. 1906 സ്ഥാപിച്ചതാര? വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു. വിവേകവർദ്ധിനി എന്ന മാസിക ആരുടേതാണ്? വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് മാസം 22. 1942 മാർച്ച് മാസം 22. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയായിരുന്നു? ക്രിപ്സ് മിഷനെയായിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു. ലിൻലിത്ഗോ പ്രഭു. ഓപ്ഷൻ സി ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചതും ആര് തന്നെയാണ്? ലിൻലിത്ഗോ പ്രഭു ആണ്. വർഷം 1940 ഓഗസ്റ്റ് മാസം 8. 1940 ഓഗസ്റ്റ് മാസം 8. അപ്പൊ ഈ ഒരു ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകി. ഏതാണ്? ഓഗസ്റ്റ് ഓഫർ. അടുത്തത് ക്യാബിനറ്റ് മിഷൻ. ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ വർഷം 1946 ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് മാസം 23. പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ തലവൻ. പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ചുവടെ തന്നിരിക്കുന്നതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആര്? അപ്പൊ അംഗങ്ങൾ ആരൊക്കെ? 3 പേരാണ്. പെത്വിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ്. ക്ലെമന്റ് ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആദ്യത്തെ ഓപ്ഷൻ വട്ടമേശ സമ്മേളനമാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1931 സെപ്റ്റംബർ മാസം 7 ആണ്. 1931 സെപ്റ്റംബർ മാസം 7. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഇതിലൊരു ഇന്ത്യൻ വനിത, അതായത് ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യ. ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. വിൻസ്റ്റൺ ചർച്ചിൽ. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് മദൻ മോഹൻ മാളവ്യയാണെന്ന് പറഞ്ഞു. കൂടാതെ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയും ആര് തന്നെയാണ്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നും ഖാദി ബോർഡ് LDC പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഓക്കെ, ബാക്കി ഒരു ക്വസ്റ്റ്യൻ വേൾഡ് ഹിസ്റ്ററി എന്ന് വരുന്നുണ്ട്. അപ്പോൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഈ 2 ചോദ്യവും കേരളത്തിലെ പ്രക്ഷോഭങ്ങളിൽ നിന്ന് വന്നതാണ്. അത് തന്നെ നന്നായിട്ട് നോക്കിക്കോളാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ LDC ബാച്ച്, റിലേറ്റഡ് ഫാക്ട്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് ഫാക്ട്സ് മാത്രമല്ല, അതിനകത്ത് ഫുൾ സിലബസ് ഓറിയന്റഡ് ക്ലാസ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, SCRT ഉൾപ്പെടെ. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.